എന്താണ് ഈ അബോർഷൻ? ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ഭ്രൂണം ഗർഭപാത്രത്തിന് പുറത്തെത്തിയാൽ സർവൈവ് ചെയ്യുന്നതിന് മുമ്പുള്ള കാലയളവിൽ ആ പ്രഗ്നൻസി നിന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് നിർത്തുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ അബോർഷൻ എന്ന് വിളിക്കുക. ഇത് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. സ്പോണ്ടേനിയസ് മിസ്കാരേജ് അല്ലെങ്കിൽ നാച്ചുറൽ അബോർഷൻ. ഇത് കൂടുതലും ആദ്യത്തെ 3 മാസങ്ങളിൽ, അതായത് ആദ്യത്തെ 12 ആഴ്ചയിലാണ് നടക്കുക. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 12 ആഴ്ച ഹൈ റിസ്ക് ആണ് നമ്മളെല്ലാവരും പറയാറുള്ളതും. നമ്മുടെ നാട്ടിലൊക്കെ പേരൻസ് ഒക്കെ 3 മാസം കഴിഞ്ഞ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാവൂ എന്ന് പറയുന്നതിൻ്റെ റീസണും. ഇനി രണ്ടാമത്തേത് മെഡിക്കലി ഇൻഡ്യൂസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. നമ്മുടെ നാട്ടിൽ MTP ലീഗലാണ്. 1971 MTP ആക്ട്, പിന്നെ അത് 2021 മോഡിഫൈ ചെയ്തു. ഈ ആക്ട് അനുസരിച്ചിട്ട് കല്യാണം കഴിഞ്ഞതോ കല്യാണം കഴിക്കാത്തതോ ആയ ഏത് സ്ത്രീക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തൻ്റെ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കാം. അതിന് കുറേ റീസൺസ് ഉണ്ട്. അമ്മയുടെ മെൻ്റലോ ഫിസിക്കൽ ഹെൽത്തിനെ ആ പ്രഗ്നൻസി ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ ചില ഹെൽത്ത് റീസൺസ് കാരണം അത് വേണ്ട എന്നവർക്ക് വെക്കാം, അല്ലെങ്കിൽ വയറ്റിലുള്ള കുഞ്ഞിന് ജനിതകമായ തകരാറുകളുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയത് കാരണവും അത് വേണ്ടെന്ന് വെക്കാം. അപ്പം MTP ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട്, മരുന്നുകളുണ്ട്, സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലീഗൽ ആൻഡ് ഇറ്റ് ഓൾവേസ് കംസ് ഡൗൺ ടു ദ പേഴ്സണൽ ചോയ്സ് ഓഫ് ദ മദർ.